ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ഫാമിലി ചാനൽ. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ചെക്കൗട്ട് ആയതുകൊണ്ട് തന്നെ വളരെ ലേറ്റായി ഇറങ്ങാൻ. എല്ലാരും നിങ്ങളെ ലെഫ്റ്റിലേക്ക് നോക്ക്, റൈറ്റിലേക്ക് നോക്കൂ. ഓ, ലെഫ്റ്റും റൈറ്റും സൂപ്പർ. I was so happy to see a traveling library over here. Book walk. Takshila. Fountain ഹൗസിലേക്കുള്ള പോക്കാണ് ഈ പോക്ക്. എല്ലാവർക്കും കുഞ്ഞുൻ്റെ വ്ളോഗ് നടക്കുന്നുണ്ട്. കുടുംബത്തില് വ്ളോഗേഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഗൈസ്. ലോട്ട് ഓഫ് സ്റ്റെപ്സ്. വഴി തെറ്റി ഗൈസ്, അങ്ങോട്ടേക്കല്ല പോകുന്നത്. വീണ്ടും താഴേക്കിറങ്ങി ലെഫ്റ്റിലേക്ക് പോകണം. മീൻ വയൽ ഗോവയിൽ വന്നിട്ട് നല്ല സൺ ടാൻ കിട്ടിയിട്ടുണ്ട്, സൺ ബേൺ കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവന്ന സൺസ്ക്രീനൊന്നും എൻ്റെ സ്കിന്നിന് ഏറ്റില്ല. Always recommend, go for the best one. സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ആന കയറിയ അവസ്ഥയാണ് ഗൈസ്. എല്ലാവരും കൂടി അജിബമ്മ, എങ്ങനെയുണ്ട് സ്ഥലം? നല്ല അടിപൊളി സ്ഥലം. പഴയ ബിൽഡിങ്സ്, അതെ വർഷങ്ങൾക്ക് മുന്നിലുള്ള കോൺട്രാസ്റ്റ് കളേഴ്സ് നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗോപോ? മങ്കേഷി ടെമ്പിളിൽ കയറുന്നതിന് മുന്നേ ആദ്യം കയറിയത് സോഡ കുടിക്കാനാ. മസാല സോഡയാണ് ആദ്യം ട്രൈ ചെയ്തത്. മസാല സോഡ റിയാക്ട് ചെയ്യാം. മസാല സോഡ അച്ഛാ ടേസ്റ്റ് अच्छा है വർഷ. ഇത് എന്നാത്ത ചാതനോ? എല്ലാരും വേണ്ട അവിടെ ഉണ്ട്. എല്ലാരും കൊണ്ട് ഓരോ പിന്നെയും കൂടെ कहाँ के लेके नींबू शरबत दो नींबू दे रहा हूँ नींबू शरबत. कोकम ट्राई हाँ ये कोकम है. कितने का था? कोकम 50, सोडा 50, शरबत 40. शरबत कितने का? എങ്ങനെയുണ്ട് സോനു? കോക്കം നല്ല ഊമ്പിയിട്ടുണ്ട്. ഊമ്പി बच्चा हुआ है, ले लीजिए मैडम. बच्चा हुआ है. तो बच्चा है, गिलास खत्म करके दो बच्चा. ഈ ഉണ്ട്. ഓ പിടിച്ചോ? आपके क्या लस्सी में? വേണ്ട. ഇവിടുത്തെ ടിപ്പിക്കൽ ഡ്രിങ്ക് ആണ് ഇത്ര കോക്കം. എല്ലാരും ട്രൈ ചെയ്യണം. ഇതാണ് ഞാൻ അന്ന് വരുമ്പോ പറഞ്ഞ ഒരു ഫ്രൂട്ടുണ്ട് പറഞ്ഞേ. അടിപൊളി സാധനം.
ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ജയമാവൻ മത്സരമോ കുടിക്കാൻ? ഓക്കെ. എല്ലാം കൂടി ഒരു ട്രൈ ചെയ്യാമ്മ, എല്ലാരും ട്രൈ ചെയ്യണം. എന്താ ഇതിന്റെ പേര്? കൊക്കം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് ഇറക്കി കൊടുത്തു അവര് സന്തോഷമായി. അതിനുള്ളിൽ കണ്ടിട്ടുള്ളതാണേ ബാക്കി ക്ലാസ്സിലൊക്കെ എടുത്തു കൊടുത്തു. എന്തൊക്കെ മധുരം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് പറ്റിയില്ല. പാളിപ്പോയി. കോക്കോ ഇസ് നോട്ട് ഫോർ us. Cheers. കങ്കാരു ബാഗിലിരിക്കണം. അവനിങ്ങനെ നമ്മളെടുക്കുമ്പോൾ നടക്കണം. അവനത് തീരെ ഇഷ്ടമില്ല. നിയോമൻ്റെ ഡ്യൂട്ടി മാമന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. മൂത്ത മാമൻ, എൻ്റെ ഏറ്റവും ഇളയ മാമൻ. ഷോപ്സാണ്. നിയോമ നമ്മൾ ട്രിപ്പ് വരുമ്പോൾ പ്രശ്നമാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പ്രശ്നമൊന്നുമില്ല. വിശക്കുമ്പോൾ മാത്രമാണ് ആൾക്ക് കച്ചവടം. ഓൾവേസ് ലവ് ടു ഷോപ്പ്. ഒരു ഷോപ്പിംഗ് സ്പ്രീയിലാണ്. പണ്ട് പറ്റുമായിരുന്നു, ഇപ്പൊ പറ്റുന്നില്ല. പണ്ട് ബാലസഭയിൽ ഇതാക്കിയ ഊതിയാന്ന് അമ്പലത്തിൽ പോയിട്ട്. ചെറുങ്ങനെ അടിച്ചു പിടിക്കണ്ടല്ലോ. ഒരു സൈഡ് നാട്ടുപോയിലുണ്ട്. പാടം പൂത്തകാലം പാടാൻ വന്നു. അതെ, അതർ സൈഡ് ഓഫ് ഗോവ. ഒരു ഭാഗത്ത് ഫുള്ള് ഷോപ്പിംഗ്, മുന്നില് ഫുള്ള് ഭാഷ, സൈഡിൽ ഫുള്ള് പാടും. എൻ്റെ മോനോ, എവിടെ എൻ്റെ മോൻ? പക്ഷേ ഇമ്പ ഇമ്പ.
നല്ല ഉണ്ട് കിടക്ക ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ 50 രൂപ. ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട് ഇവരെ കൂടെ. എവിടെ വരെ ഫോൺ രാജി എടുക്കണ്ട അവരെ ഫോണിൽ. നമുക്കറിയില്ല ഗൈസ്, നമ്മളെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ട്. നാളെ വല്ല ഫ്രോഡ് കേസിൽ പെടുകയാണ് നമ്മളിതിൽ ഉത്തരവാദികളല്ല ഗൈസ്. നമുക്കിതിൽ യാതൊരു പങ്കുമില്ല. യുവതികൾ പിടിയിൽ നമ്മളെത്ര സെലിബ്രിറ്റിയാ സോനു? എനിക്കറിയില്ല കേട്ടോ, പെട്ടെന്ന് ലൈഫ് മാറുന്നു. സത്യം സത്യം. ധന്യവാദ് ദീദി. നമ്മള് അമ്പലത്തിലേക്ക് പോവാണ്. നല്ല തിരക്കാണ്, ശിവരാത്രിയുടെ തിരക്കാണ് ഇവിടെ. ഓഫറിങ്സിന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ക്യൂ നിന്ന് ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ എൻട്രി ഇല്ല, ഐ മീൻ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. നമ്മളിതാ കൊണ്ടിരിക്കുന്നു. ചർച്ച് ഇതൊക്കെ പള്ളി മുസ്ലിം പള്ളി എന്ന് പറയാം. മോസ്ക്. आपका नाम रियाज रियाज अहमद. आप गोवा पे? मैं रहने वाला कर्नाटका. ಎಲ್ಲಿದೆ ಕರ್ನಾಟಕ? ಎಲ್ಲಿ? ಬೆಲ್ಗಾಂ ಡಿಸ್ಟ್ರಿಕ್ಟ್. ಬೆಲ್ಗಾಂ. ಇರುವುದು ಇಲ್ಲಿ ಕೋಣದಲ್ಲಿ ಮನೆ ಉಂಟು. ನಾವು ಕೇರಳ ಕರ್ನಾಟಕ ಬಾರ್ಡರ್ ಅಲ್ಲಿ. ഓക്കെ കൂർഗ്. ಈಗ ನಾವು ಬರ್ಬೇಕು. നമ്മൾ മങ്കേഷൻ ടെമ്പിളിന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ പോയപ്പം അവിടെ ലഞ്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവർ പറഞ്ഞു ഫുഡ് ഇവിടെയല്ല ഓർഡർ ചെയ്തതെന്നൊക്കെ പറഞ്ഞുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ ടൂർ ഓർഗനൈസ് ചെയ്തവരും ആ ഹോട്ടലുകാരും സംസാരിച്ച് അവസാനം അവിടെയുള്ള ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നമ്മളെ ഫൈനലായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അപ്പം നമ്മളെ ലാസ്റ്റ് നൈറ്റ് ഇൻ ഗോവ. എല്ലാവരും പകുതി മടുത്തു എന്ന പകുതി ഒരു സന്തോഷം, ഒരു സങ്കടം, അങ്ങനെയൊക്കെ ആയിട്ട് പോവാറായപ്പം എനിക്കൊന്നും ഇന്നത്തെ ഡ്രൈവറുടെ ഇന്ന് നല്ല ഡ്രൈവറായിരുന്നു നമുക്ക് കിട്ടിയ. അതെ അതെ, നമ്മൾ മൂപ്പരെ നമ്പറെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ബീച്ചിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് കോൾവ ബീച്ചിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മള് കോൾവ ബീച്ച്, ഗോവയിൽ നമ്മളെ ലാസ്റ്റ് ബീച്ചിലേക്ക് പോവാണ്. കോൾവ ബീച്ചിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 10 മണിക്ക്, 12 മണിക്ക് ശേഷമാണ് ട്രെയിൻ. 2 മണിക്കൂറിന് മേലെ വെയിറ്റ് ചെയ്യണം. ആള് പോവാനായപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് നല്ല കൂട്ടായി. ഹലോ ഗൈസ്, ട്രെയിന് 2 മണിക്കൂർ വൈകിയിരിക്കുന്നു.
ഞങ്ങൾ ട്രെയിൻ കയറി ലേറ്റായി. സീറ്റിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ സീറ്റിൽ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി സംഹൗ വി മാനേജ്ഡ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രിയമാമിയുടെ ബാഗ് കള്ളം കൊണ്ടുപോയ കഥ കേട്ടിട്ടാണ് ഞങ്ങൾ എണീക്കുന്നത്. ഒരാളെ നിലത്ത് വലിച്ചിട്ട് ബാഗൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും റെയിൽവേ പോലീസിനെ ഞങ്ങൾ അറിയിച്ചു. അതുകൂടാതെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പം അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും കൂടി ഒരു കംപ്ലയിൻറ്റ് ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജേർണിയെല്ലാം നമ്മൾ നല്ല സക്സസ്ഫുള്ളായി തീർത്തു. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായെങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് ജേർണി. നമ്മൾ ഫൈനലി കോഴിക്കോടെത്തി. ഭയങ്കര ടയേർഡായിരുന്നു എല്ലാവരും. നമ്മളെല്ലാവരും തിരിച്ച് വയനാട്ടിലേക്ക്. മീൻവൈൽ നീനൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. സോ ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.